മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ. എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്ക് സമർപ്പണം വെള്ളിയാഴ്ച നടക്കും. സ്കൂൾ അധികൃതർ നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് സ്കൂൾ പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്ക് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്കായി സമർപ്പിക്കും. മലങ്കര കത്തോലിക്ക സഭയുടെ ബത്തേരി രൂപത അധ്യക്ഷൻ ജോസഫ് മാർ തോമസ് അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് മുഖ്യ പ്രഭാഷണം നടത്തും. മലയോര മേഖലയുടെ MLA-മാരായ VS ജോയ്, TP അഷ്റഫ് അലി എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. ചടങ്ങിൽ 3 MLA-മാർക്കും ആദരവ് കൈമാറും. VS ജോയ് MLA സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. കഴിഞ്ഞ +2 പരീക്ഷയിൽ 1199 മാർക്ക് നേടിയ സാനിയ ജോൺസൺ എന്ന വിദ്യാർത്ഥിനിയെ ഉൾപ്പെടെ സ്കൂളിലെ ഉന്നത വിജയം നേടിയ മികച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കും. മലങ്കര കത്തോലിക്ക സഭ ബത്തേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പണി കഴിപ്പിക്കപ്പെട്ട ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്കിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഈ വരുന്ന 10-ാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടി നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ അവറുകൾ നിർവഹിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയാണ്. കൂടാതെ ഇതോടൊപ്പം തന്നെ ഫീസ്റ്റ് ആഘോഷിക്കുന്ന ബത്തേരി രൂപതയുടെ മെത്രാപ്പോലീത്ത ആയിരിക്കുന്ന അഭിമന്യ ജോസഫ് മാർ തോമസ് പിതാവിനെ ബഹുമാനപ്പെട്ട മന്ത്രി ആദരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ഈ നിലമ്പൂർ മേഖലയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ശ്രീ ആര്യാടൻ ഷൗക്കത്ത് MLA, അതോടൊപ്പം തന്നെ എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട VS ജോയ് MLA, കൊണ്ടോട്ടി MLA ശ്രീ അഷ്റഫ് അലി MLA, ഈ 3 പേർക്കും ഞങ്ങൾ എരുമമുണ്ട സ്കൂളിൽ വെച്ച് സ്വീകരണം നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ SSLC പരീക്ഷയിലും ഹയർ സെക്കൻഡറി പരീക്ഷയിലും ഫുൾ A+ വാങ്ങിയ വിദ്യാർത്ഥികളെ ഞങ്ങൾ ആദരിക്കുന്നു. മെറിറ്റ് ഡേ പ്രോഗ്രാം ഞങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റീസ് ബാച്ചിൽ 1200-ൽ 1199 മാർക്ക് വാങ്ങിയ ഒരു കുട്ടി അടക്കമുള്ള വളരെ എക്സെപ്ഷണൽ ആയിട്ട് പെർഫോമൻസ് കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയൊക്കെ തന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അന്നേ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമുകളെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ +1 കുട്ടികൾക്കായി ഫ്രഷേഴ്സ് മീറ്റ് നടത്തും. സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സ്കൂളിനെ ലഹരി വിരുദ്ധ ക്യാമ്പസായി പ്രഖ്യാപിക്കും. നമ്മുടെ സ്കൂളിലുള്ള NSS, സ്കൗട്ട്, ഗൈഡ്, അതുപോലെ തന്നെ നമ്മുടെ NCC, ലിറ്റിൽ കിഡ്സ്, ഈ ഗ്രൂപ്പിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂളിനെ സ്മോക്ക് ഫ്രീ ക്യാമ്പസായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതായത് നമ്മുടെ സംസ്ഥാന സർക്കാർ അനൗൺസ് ചെയ്തിരിക്കുന്ന തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ ക്യാമ്പസായിട്ട് ഇതിനെ അന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, ടീനേജ് പിള്ളേരെയാണ് ഏറ്റവും കൂടുതൽ ലഹരിയിൽ ഇരകളാക്കപ്പെടുന്നത്. അതിനെതിരെ വലിയൊരു ബോധവൽക്കരണവും അത്തരത്തിലുള്ള പരിപാടികളും, പ്രത്യേകിച്ച് എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പിന്നോക്ക മേഖലയാണ് എരുമമുണ്ട എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ അവിടെ നിന്ന് വരുന്ന പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികളെ സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു വലിയ പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1982-ലാണ് മലയോര ഗ്രാമമായ എരുമമുണ്ടയിൽ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ തുടക്കമായത്. മുഖ്യ രക്ഷാധികാരി ഫാദർ പോൾസൺ ആറ്റുപുറം, പ്രിൻസിപ്പൽ AP ബിജു പോൾ, PTA വൈസ് പ്രസിഡന്റ് E സുകുമാരൻ, കൺവീനർ ജെയിംസ് കോശി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ. റാണി എന്നും മഹാറാണി, മഹാറാണി.
അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ.